നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഒരു മാസം, ദുരൂഹതകൾ ബാക്കി, അന്വേഷണം ഇഴയുന്നുവെന്നും പരാതി. കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ PP ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസം. കേസന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തുവെങ്കിലും ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. അന്വേഷണം ഇഴയുന്നുവെന്നും പരാതിയുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ ഉയർത്താം. വീടുകളിലെ മാലിന്യ ശേഖരണ നിരക്കിൽ മാറ്റമില്ല. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ ഉയർത്തുവാൻ അനുമതി. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് മാർഗരേഖ പുതുക്കി. സ്ഥാപനങ്ങൾക്കുള്ള തുകയാണ് ഉയർത്തുവാൻ അനുമതി നൽകിയത്. വീടുകളിലെ മാലിന്യ ശേഖരണ നിരക്കിൽ മാറ്റമില്ല. മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചും നിരക്കുയർക്കാം. നിലവിൽ 100 രൂപയാണ് ചാക്കിന് ഈടാക്കുന്നത്. ഒരു മാസം ആദ്യ 5 ചാക്കിന് 100 രൂപ. തുടർന്നുള്ള അധിക ചാക്ക് ഒന്നിന് പരമാവധി 100 രൂപ വരെ വാങ്ങാം. എത്രയാണ് ഈടാക്കുന്നതെന്ന് തദ്ദേശ ഭരണ സമിതിക്ക് തീരുമാനിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ആത്മകഥാവിവാദം പാർട്ടിയിൽ വിശദീകരിക്കുവാൻ EP ജയരാജൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. EP ജയരാജന്റെ ആത്മകഥാവിവാദം രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. EP ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നത്. തൃശൂർ പൂരം പാടത്തേക്ക് മാറ്റേണ്ടി വരും. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. നിലവിലെ നിർദ്ദേശപ്രകാരം തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവടക്കം നടത്തുവാൻ കഴിയില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരം പാടത്തേക്ക് മാറ്റേണ്ട സാഹചര്യമെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. സഹകരണ മേഖലയെ അഴിമതിരഹിതമായി നിലനിർത്തണം മുഖ്യമന്ത്രി. സഹകരണ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണമെന്നും ക്രമക്കേടില്ലാത്തതും അഴിമതി തീണ്ടാത്തതുമായി മേഖലയെ നിലനിർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ 71ാമത് സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 മരണം, 12 പേർക്ക് പരിക്ക്. കണ്ണൂർ കേളകം മലയമ്പടി എസ് വളവിൽ നാടക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 മരണം, 12 പേർക്ക് പരിക്കേറ്റു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘത്തിലെ ആളുകൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നാടകം കഴിഞ്ഞ ശേഷം ബത്തേരിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ. ബസ്സിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. വായുമലിനീകരണം അതിരൂക്ഷം. ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗതാഗതത്തിനും നിയന്ത്രണം. വായുമലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ ആക്ഷൻ പ്ലാനുമായി സർക്കാർ. അടിയന്തര സ്വഭാവമില്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. പ്രൈമറി സ്കൂളുകൾ ഇന്നു മുതൽ ഓൺലൈനായി ക്ലാസുകൾ നടത്തണമെന്ന് നിർദ്ദേശം. ഹരിയാന ഗുരുഗ്രാമിലെ സ്കൂളുകളിലെ ക്ലാസുകൾ 2 ഷിഫ്റ്റുകളിലായി ക്രമീകരിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം. ശബരിമല നട ഇന്ന് തുറക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4-ന് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. ആദ്യ ദിവസമായ ഇന്ന് 10,000 തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ ആയിരിക്കും സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നുള്ള പ്രവേശനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങൾ ഇന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.